Good morning. Good morning, ma'am. Good morning. A warm and pleasant good morning to all. I am Gladys from Ernakulam and I am coordinating today's class. Let's begin our class with positivity and gratitude. Prayer is an expansion of total faith in the present power within and around us. So let us welcome Bismaya for the prayer. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകപരിജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായ എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായ എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ കുടിയിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. Thank you, Bismaya. Now, I would like to call Ranjini for sign-in. Good morning, ma'am. Good morning to all. I warm welcome to Ashwati ma'am who is taking class today. Welcome to all the teachers who have joined the class today. Have a nice day, everyone. Thank you. Thoughts are step to motivate one. And when one is motivated, he is dedicated and self-confident for his move. So here I call upon Jadida for a motivate, inspiring and enthusiastic thought. Good morning, miss, and good morning, all. Never think I have nothing, never think I have everything, but always think I have something. I can achieve anything. ഒന്നും വേണ്ട എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എനിക്ക് എല്ലാം ഉണ്ടെന്നും ഒരിക്കലും ചിന്തിക്കരുത്. പക്ഷേ എനിക്ക് നേടാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് എപ്പോഴും ചിന്തിക്കുക. APJ അബ്ദുൽ കലാം. Thank you, Jadida. Now let's move on to the class. Okay. എന്തെങ്കിലും ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മിസ്, ഞാൻ നമ്പർ വീലൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ റെഡി ആക്കിയോ? റെഡി ആക്കിയിട്ടുണ്ട്. 1 മിനിറ്റ്. ഗുഡ് മോർണിംഗ്. എന്റെയും കൂടി ഉണ്ട്. പിക്ചർ വീലും നമ്പർ വീലും റെഡിയാക്കി വെക്കാം. കുഞ്ഞ് സമ്മതിക്കുന്നില്ലേ? കഴിഞ്ഞു അത് ആർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. കാണുന്നുണ്ടോ മിസ്? കാണുന്നുണ്ട്. നമ്പർ വീല് മാത്രമേ ഉള്ളോ? ഇല്ല, പിക്ചർ വീലും ഉണ്ട്. യെസ് മാം.
number wheel, picture wheel, what's inside the school bag, in the സൈഡിൽ എന്താണ് classroom. ത്രെഡാണോ അത് നൂലാണോ സൈഡില്? ഇത് ക്രോഷറ്റിന്റെ അതൊരു ക്ലോത്ത് പീസിന്റെ അരികില് ഉണ്ടായതാ മിസ്. അപ്പൊ അത് എടുത്തിട്ട് കൊടുക്കില്ല. ക്രോഷറ്റ് നൂല് വെച്ചിട്ട് ചെയ്തിരിക്കുന്നു. താങ്ക് യു മിസ്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മിസ്. ജദീദയുടെ മ്യൂട്ട് ചെയ്യാവോ? എന്താ? നമ്പർ വീല് ആ, നമ്പർ ഒരു സെക്കൻഡ് ഒന്ന് ഫിൽ ചെയ്യട്ടെ. വൗ, ഇത് നമ്പേഴ്സ് ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണോ? ഉണ്ടായിരുന്നു ഇങ്ങനത്തേത്. ഇങ്ങനത്തെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഇത് പേസ്റ്റ് ചെയ്തു അല്ലേ? അത് പേസ്റ്റ് ചെയ്തു. പിന്നെ സൈഡിലോ? സൈഡിലത്തത് ഒന്ന് മറ്റേ നമ്മുടെ ഈ അടക്കയുടെ ഇത് സൈഡിലത്തെ ആ, അത്. ആ, പിന്നെ ഇതും അതുപോലെ തന്നെ ഡബിൾ സൈഡ് സെലോ ടേപ്പില് ഗ്ലിറ്റർ, ഉം, ഉം. ഇതും അതുപോലെ തന്നെ പെയിന്റ് അടിച്ചത് ഇത് ചെയ്തതാ. അതെന്താ ആ ഗ്രീനും ആ വൈറ്റില് ആ ഒരു പിങ്ക് കളർ പോലത്തെ സംഭവം അതെന്താ? അതും ഇതുപോലെ എന്താ ഇങ്ങനത്തെ ഇത് ചെയ്യുവായിരുന്നേ. എന്താ ഇതിൽ ഒട്ടിച്ചു വെച്ചേക്കുന്ന ഇങ്ങനെ ഇതില് ഞാനിപ്പോ അടർത്തിയെടുത്തതാ. ആ, ആ, പിക്ചർ വീല് മിസ് ലാസ്റ്റ് ക്ലാസ് സബ്മിറ്റ് ചെയ്തതാണേ. ആ, ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ പറഞ്ഞായിരുന്നു? മാം പേജ് നമ്പർ 29 സെക്കൻഡ് പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, കംപ്ലീറ്റ് ആയിട്ടില്ല. ഡയറ്ററി റിക്വയർമെന്റ്സ് ആണോ? യെസ് മാം. ആ, ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു മീനിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? യെസ് മാം. നന്ദൻ. കിട്ടിയോ? അറിയാത്ത മനസ്സിലായോ അതാണെന്ന്? യെസ്, ഓക്കെ. അപ്പൊ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫിഷ് ഐറ്റംസ്, അതായത് എസ്പെഷ്യലി ആ ഒരു ഫിഷ് കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഹെൽത്തിന്. അതുപോലെ തന്നെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്. ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഏറ്റവും കൂടുതൽ എന്തിലാ? ഫൈബറുകൾ, നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത്. നാരങ്ങ,
ഓറഞ്ചിലൊക്കെ ഇല്ലേ മാം? ഫൈബർ ഭക്ഷണങ്ങൾ, വെജിറ്റബിൾസ് ഇല്ലേ? വെജിറ്റബിൾസ് നമ്മളിപ്പോ സ്പെസിഫൈ ചെയ്ത് ചില വെജിറ്റബിൾസിനെ പറയാറുണ്ട്. നമ്മുടെ വാഴയുടെ പിണ്ടി ഉണ്ടല്ലോ, സംഭവത്തിനെ കറക്റ്റ് നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. വാഴപ്പിണ്ടിയോ? അതെ അതിന് കൂടുതലായിട്ട് ഫൈബർ ഉണ്ട് ഇല്ലേ? ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണത്, വാഴയുടെ പിണ്ടി എന്ന് പറയും ആ സംഭവം. പിന്നെ അതുപോലെ തന്നെ മറ്റ് വെജിറ്റബിൾസിലൊക്കെ ഇത് കൂടുതലായിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഓട്സ് കഴിക്കാറുണ്ട് ആരെങ്കിലും? ഫൈബർ റിച്ച് ആണ്. പിന്നെ അതുപോലെ തന്നെ ചില മില്ലറ്റ്സ് ഉണ്ട്, അതിനകത്തും ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കിൻവ പോലുള്ള മില്ലറ്റുകൾ ഉണ്ട്, അതിനകത്ത് ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചോറിന് പകരമൊക്കെ ആളുകൾ കിൻവയാണ് ഇപ്പൊ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടായത്? കിൻവ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. പേരെന്താ മിസ്? കിനോവ എന്നും പറയും, കിൻവ എന്നും പറയും. ഫൈബർ റിച്ച് ആണ്. അത് ചോറിന് പകരമൊക്കെ നമുക്ക് കഴിക്കാം പെട്ടെന്ന്. അതായത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ചെന്നാല് ഇൻസുലിന്റെ അളവ് കൂടില്ല, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടില്ല. പിന്നെ വയറ് നല്ലോണം ഫില്ലായിട്ടൊക്കെ ഇരിക്കും. ഇത്തിരി വില കൂടുതലാണ് കേട്ടോ സംഭവത്തിന്. മില്ലറ്റ് ആണ് കേട്ടോ. നമ്മള് റാഗി അതൊക്കെ പറയില്ലേ, മില്ലറ്റ് ഇതിൽ വരുന്നതല്ല. അതുപോലെ തന്നെ കിൻവയും ഇപ്പൊ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിച്ച് വരുന്ന ഒരു ഇതാണ്. ഫൈബർ റിച്ച് ആണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഓട്സിൽ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൂടുതലായിട്ടുണ്ട്, അതാണ് അതിന്റെ പ്രത്യേകത. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പക്ഷെ ഇതില് അത് കുറവാണ്. കിൻവയിൽ അത് മറ്റുള്ളതിൽ നിന്ന് അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. ഓക്കെ. പിന്നെ അതുപോലെ റാഗി, നമ്മൾ കഴിക്കുന്ന റാഗി കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കുന്ന അല്ലേ, കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ കുറുക്കി കൊടുക്കാറില്ലേ റാഗി? ഫൈബർ റിച്ച് ആണ്. ഓക്കെ. അപ്പൊ ചില ഭക്ഷണ പദാർത്ഥങ്ങള് ഫൈബർ റിച്ച് ആണ്, അത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഉണ്ടാവും അതിനകത്ത്. ധാരാളം വൈറ്റമിൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ മഗ്നീഷ്യം, പൊട്ടാഷ്യം എന്നുള്ള ധാരാളം കാര്യങ്ങൾ ഈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കൂടുതലായിട്ടും അധികം ആളുകളൊന്നും ഉപയോഗിക്കാറില്ലെങ്കിൽ കൂടിയും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ബ്രൊക്കോളി. കേട്ടിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ടോ ബ്രൊക്കോളി? ഫൈബർ ആണ് കേട്ടോ, ഉണ്ട്. എക്സ്പെൻസീവ് ആണ് കുറച്ച്, എന്നാലും നല്ല എന്താ പറയാ ഒരു വെജിറ്റബിൾ എന്ന് തന്നെ പറയാം നമുക്ക് ബ്രൊക്കോളി. അതുപോലെ തന്നെ അവോക്കാഡോ ഇതൊക്കെ വില കൂടിയ ഐറ്റംസ് ആണ്. പിന്നെ നമ്മൾക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് അറിയാവുന്നതാണ് ബീൻസ്, അമരാന്തസ് ഒക്കെ അല്ലെ. ബീൻസ് അതുപോലെ അമരാന്തസ്, ഇതിനകത്തൊക്കെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ അത് ഡൈജഷന് സഹായിക്കുന്നു, ദഹനത്തിന് കൂടുതൽ നല്ലതാണ്, എനർജി, അതുപോലെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു, നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻ നല്ല രീതിയിൽ നടക്കുന്നു. ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അയൺ. അയൺ എന്താണ്? അയണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് എന്ത് രോഗം ഉണ്ടാവുന്നത്? അനീമിയ ഉണ്ടാവും അല്ലെ. ഓക്കെ. അതായത് നമ്മുടെ ശരീരത്തില് രക്താണുക്കൾ ഉണ്ട് അല്ലെ, RBC, WBC എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾക്ക് ഇരുമ്പിന്റെ സാന്നിധ്യം കാരണമാണ് ഓക്സിജൻ വഹിക്കാൻ കഴിയുന്നത്. അയൺ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? രക്താണുക്കള് രക്തത്തില് ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്നത് അല്ലെ. ഓക്കെ. അപ്പോ അതിന് സഹായിക്കുന്നത് അയൺ ആണ്. അപ്പൊ അയൺ ഉള്ള ധാരാളം ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അമരാന്തസ്, അതുപോലെ തന്നെ ബീറ്റ്സ്, ഇതൊക്കെ എന്താണ്? അയൺ കണ്ടന്റ് കൂടുതലായിട്ടുണ്ട്. പിന്നെ ചില ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് അല്ലെ അയൺ കണ്ടന്റ്. മാതള നാരങ്ങ കേട്ടിട്ടില്ലേ? പിന്നെ ഏതാണ്? ലിവർ കേട്ടോ. നമ്മള് ശർക്കര. എന്താ? ശർക്കരയില്ലേ? ശർക്കര. ശർക്കര അയൺ കണ്ടന്റ് കൂടുതലായിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾക്കറിയാവുന്ന കുറച്ച് ഫുഡ് ഐറ്റംസിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി ഈ സെക്കൻഡ് പാരാഗ്രാഫിലോട്ട് നമുക്ക് പോകാം.
അതായത് കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് സഫീഷ്യന്റ് ആയിട്ട് എല്ലാ തരം അതായത് എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവിലും എല്ലാ എന്താ പറയാ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മുടെ പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്പിനാച്ച്, ബീൻസ് പോലുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൊടുക്കാം. അതുപോലെ തന്നെ ഓറഞ്ച് വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റ്, പംകിൻ എന്നിവ കൊടുക്കാവുന്നതാണ്. പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള മുസംബി, ഓറഞ്ച്, ഗൂസ്ബെറി എന്നിവ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ യെല്ലോ ഫ്രൂട്ട്സ് ആയിട്ടുള്ള പപ്പായ, ഗുവ, മാംഗോ ഇതൊക്കെ എന്ത് ചെയ്യാം, ഫുഡ് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് പല പല കളറുകളിൽ നമ്മളിത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ ഫുഡൊക്കെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ക്യാപ്സിക്കം ഒക്കെ പല രീതിയിൽ ഇട്ടു എന്ന് വിചാരിക്കുക. റെഡ് ക്യാപ്സിക്കം ഇട്ടു, യെല്ലോ ഇട്ടു, ഗ്രീൻ ഇട്ടു, പിന്നെ ക്യാരറ്റ് ഇട്ടു. നല്ല ഭംഗിയായിരിക്കില്ലേ കാണാനായിട്ട്? അതുപോലെ തന്നെയാണ്, അതായത് കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചോളും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ മിൽക്ക് ഒരു സഫീഷ്യന്റ് അളവിൽ പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിൽക്ക് പാൽ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ നാടൻ പാലായിരിക്കണം എന്ന് മാത്രം കേട്ടോ. പാക്കറ്റ് പാലല്ല പ്രിഫർ ചെയ്യുന്നേ. നമ്മുടെ പശുവിൻ പാല്, അല്ലെ, വീടുകളിൽ നമുക്ക് കിട്ടുന്ന നോർമൽ ആയിട്ടുള്ള പശുവിൻ പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങള് പഠിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാല് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബുദ്ധി വികാസവും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും അതിലൂടെ വർദ്ധിക്കുന്നതാണ്. അപ്പോ സഫീഷ്യന്റ് അളവില് പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പാല് കുടിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, അല്ലെ? എല്ലാവരും പാല് കുടിക്കുവോ? ഇല്ലല്ലോ. ചിലർക്ക് പാല് ഇഷ്ടമല്ല, അല്ലെ? ചിലവര് പാൽച്ചായ, മിൽക്ക് ടീ പോലും കുടിക്കാറില്ല. ചില കുട്ടികൾക്ക് കട്ടൻ ചായ ആണ് ഇഷ്ടം, അല്ലെ? നോർമൽ ബ്ലാക്ക് ടീ ആണ് ഇഷ്ടം, മിൽക്ക് ടീ കുടിക്കാറില്ല. അപ്പോ പാല് കുടിക്കാത്ത കുട്ടികളുണ്ട്. അവർക്ക് വേണമെങ്കിൽ നമുക്ക് കേർഡ് അല്ലെങ്കിൽ പനീർ, കസ്റ്റാർഡ്, ഗീർ പുഡിംഗ് ഇതൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാവുന്നതാണ്. ചില അതായത് മിൽക്ക് കുടിക്കാത്ത ചില കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ചിലവര് തൈര് കഴിക്കുന്നവരുണ്ടാകും, ഇനി പനീറായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാകും. അങ്ങനെ പല രൂപത്തിൽ എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് ഡയറി പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ എഗ്, മീറ്റ്, ഫിഷ് എന്നിവ മീലില് ഉൾപ്പെടുത്താവുന്നതാണ്. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം എന്താണ്? നോൺ വെജ് ആണോ വെജ് ആണോ? ഓരോരുത്തരുടെയും വ്യത്യാസങ്ങൾ അനുസരിച്ചിരിക്കും, അല്ലെ? അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവർ വളരുന്ന രീതി, അല്ലെ, അവരുടെ ടേസ്റ്റ്, ഇതൊക്കെ അനുസരിച്ചിട്ടല്ലേ നോൺ വെജ് ആണോ വെജ് ആണോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലെ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചില കുട്ടികൾക്ക് വെജിറ്റേറിയൻ ആണ് കൂടുതൽ ഇഷ്ടം, ചില കുഞ്ഞുങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ ആണ്. എന്നാലും ഭൂരിഭാഗം കുഞ്ഞുങ്ങൾക്കും നോൺ വെജ് ഇഷ്ടമാണ്, അല്ലെ? ചിക്കനും ഫിഷും ഒക്കെ ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് ചോറ് കഴിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രോൺസ്, അല്ലെ, ചെമ്മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചില കുഞ്ഞുങ്ങൾക്ക്. അതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചോറ് തന്നോളും. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്തായാലും അത് കഴിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇതാണ് ആ ഒരു സെക്കൻഡ് പാരാഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് തേർഡ് പാരാഗ്രാഫ് നോക്കാം. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ തേർഡ് പാരാഗ്രാഫ്? ആരാ റീഡ് ചെയ്യാ? Gladys read ചെയ്യാവോ? Gladys. Yes, ma'am. A well-balanced diet distributed into 5 or 6 small frequent meals is recommended. Using a variety of arrangements help in meeting the nutritional needs easily as well as in developing a taste in the preschooler. Teachers can help parents by telling some instructions for useful foodstuffs like parathas stuffed with vegetables, mixed vegetables rice, fruit cream, stewed fruit, sweets containing vegetables such as carrot halwa, fruit vegetables mix, lassi, milkshakes, etc.
processes such as germination, sprouting of whole pulses helps in increasing the nutritive value of food items. Under illness, the food chosen would depend upon the disease, but an effort should be made to provide easily digestible, highly nutritious, small common meals during ill health. Never starve a child during illness. Medical and dietary advice should be strictly adhered to. എക്സ്പ്ലെയിൻ ചെയ്യാമോ ഗ്ലാഡിസെ? Yes, ma'am. A well-balanced diet distributed into 5 or 6 small frequent meals is recommended. Well-balanced ആയിട്ട് 5-6 തവണകളായിട്ട്, അതായത് കുറച്ച് എമൗണ്ട് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് മീൽസ് കൊടുക്കുന്നത് റെക്കമെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. യൂസിങ് എ വെറൈറ്റി ഓഫ് അറേഞ്ച്മെന്റ്സ് ഹെൽപ്പ് ഇൻ മീറ്റിംഗ് ദ ന്യൂട്രീഷണൽ നീഡ്സ് ഈസിലി ആസ് വെൽ ആസ് ഇൻ ഡെവലപ്പിംഗ് ഇറ്റ് ടേസ്റ്റ് ഇൻ ദ പ്രീ സ്കൂള്. അതായത് വെറൈറ്റി ആയിട്ട് ഇപ്പൊ ഒരു ബൗളില് കുഞ്ഞിനൊരു ലഞ്ച് കൊടുത്തു വിടുമ്പം അതില് കുറച്ച് കേർഡ്, കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് റൈസ്, അല്ലെങ്കിൽ കുറച്ച് നട്ട്സ്, അങ്ങനെ ഓരോന്നും അതും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ന്യൂട്രീഷണൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അത് പ്രീ സ്കൂളേഴ്സിന് ടേസ്റ്റോട് കൂടെ കഴിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Teachers can help parents by telling some instructions for useful foodstuffs like paratha stuffed with vegetables, mixed vegetables, rice. അതായത് ഇതിൽ പറയുന്നത് ടീച്ചേഴ്സിന് പാരന്റ്സിനോട് ഇൻസ്ട്രക്ട് ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പറാത്താസ്, അതായത് നമ്മുടെ ചപ്പാത്തിയുടെ അകത്ത് ചപ്പാത്തിയുടെ മാവ് കൊണ്ട് നമ്മൾ അതിനകത്ത് വെജിറ്റബിൾ സ്റ്റഫ് ചെയ്തിട്ട് ഉണ്ടാക്കുക. അതുപോലെ വെജിറ്റബിൾ റൈസ്, മിക്സഡ് വെജിറ്റബിൾ റൈസ്, ഫ്രൂട്ട് ക്രീംസ്, പിന്നെ സ്റ്റ്യൂഡ് ആയിട്ടുള്ള ഫ്രൂട്ട്, പിന്നെ ക്യാരറ്റ് ഹൽവ പോലുള്ള വെജിറ്റബിൾസ്, മധുരമുള്ളത്, പിന്നെ ഫ്രൂട്ട് വെജിറ്റബിൾ മിക്സസ്, പിന്നെ ലസ്സി, മിൽക്ക് ഷേക്ക്, പിന്നെ ജെർമിനേറ്റഡ് ആയിട്ടുള്ള പൾസസ്, ഇതൊക്കെ കുട്ടികൾക്ക് ന്യൂട്രീറ്റീവ് വാല്യൂ, ഫുഡിന്റെ ന്യൂട്രീറ്റീവ് വാല്യൂ കൂട്ടുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് പാരന്റ്സിനെ ഇൻസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. അണ്ടർ ഇൽനെസ്, അസുഖം ഉണ്ടാവുന്ന സമയത്ത്, വൈയാകിയുള്ള സമയത്ത്, ദ ഫുഡ് ചൂസൺ വുഡ് ഡിപ്പെൻഡ് അപ്പോൺ ഡിസീസ്. കുഞ്ഞിന്റെ അസുഖത്തിനനുസരിച്ച് വേണം ഭക്ഷണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. But an effort should be made to provide easily digestible, highly nutritious, small common meals during ill health. നമ്മള് ചെറിയ കോമൺ മീൽസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അത് എളുപ്പത്തിൽ ഡൈജസ്റ്റീവ് ചെയ്യുന്നതും എന്നാൽ നല്ല ന്യൂട്രീഷണൽ വാല്യൂ ആയിട്ടുള്ളതും വേണം കുഞ്ഞുങ്ങൾക്ക് വയ്യാത്ത സമയത്ത് കൊടുക്കാനായിട്ട്. നെവർ സ്റ്റാർവ് എ ചൈൽഡ് ഡ്യൂറിങ് ഇൽനെസ്. വയ്യാതിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ വിശന്നിരിക്കാനായിട്ട് ഇടയാക്കരുത്. മെഡിക്കൽ ആൻഡ് ഡയറ്ററി അഡ്വൈസ് ഷുഡ് ബി സ്ട്രിക്ട്ലി അഡേർഡ് ടു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ അഡ്വൈസോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഡയറ്ററി അഡ്വൈസ് എടുക്കുന്നതും വളരെയേറെ നല്ലതാണ്, സജസ്റ്റ് ചെയ്യപ്പെടുന്നു. താങ്ക് യു മാം. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ, ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഒരുമിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യാതെ 5-6 ചെറിയ ഇടവേളകളിലായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ? നമ്മളോട് അങ്ങനെ പറയാറുണ്ടല്ലേ ഡോക്ടേഴ്സ് ഒക്കെ. അതായത് 3 നേരം കഴിക്കുന്ന ഫുഡ് 6 ഡിവൈഡ് ചെയ്യുക. ദഹിക്കാൻ എളുപ്പമാണ്, ഡൈജഷന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും അത്തരത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിലൂടെ. പിന്നെ നമുക്ക് ഫുഡിനോട് അത്ര ഭയങ്കര എന്താ പറയാ ക്രേവിങ്സോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല അങ്ങനെ ചെറിയ ചെറിയ ഇടവേളകളിലായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആ രീതിയിൽ ഉള്ള ഒരു ഫുഡാണ്, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫുഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ 5-6 പ്രാവശ്യമായിട്ട് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് അത് വെൽ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, സമീകൃത ആഹാരമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ജങ്ക് ഫുഡോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളതല്ല.
പിന്നെ വെറൈറ്റി ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഫുഡ് ഐറ്റംസ് നമ്മൾ വെറൈറ്റീസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് കുഞ്ഞുങ്ങൾ അത് കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട്. ഓക്കെ, വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ. അപ്പൊ കുഞ്ഞുങ്ങളുടെ പ്രീ സ്കൂളിൽ വെച്ച് തന്നെ നമുക്ക് കുട്ടികളുടെ ഒരു ഫുഡ് പ്ലാൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ അതായത് ചെറുപ്പത്തിലേ തുടങ്ങി ഇങ്ങനെ ഒരു കാര്യം ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരികയും കുഞ്ഞുങ്ങൾ ആ ഒരു രീതി അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് സ്റ്റഫ്ഡ്, അതിപ്പോ പറാത്ത നമ്മള് എന്താ പറയാ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ചപ്പാത്തിയിലൊക്കെ സ്റ്റഫ് ചെയ്യാറുണ്ട് അല്ലെ, ഇല്ലേ? വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ സ്റ്റഫ് ചെയ്ത് കൊടുക്കാറില്ലേ ചപ്പാത്തിയിലൊക്കെ? ചില കുഞ്ഞുങ്ങൾ കറി ഒന്നും കഴിക്കില്ല, ചില കറീസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയാ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ചിക്കനും വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിക്സഡ് വെജിറ്റബിൾ റൈസ്, ചില കുഞ്ഞുങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇല്ലേ? വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കൊടുക്കാറുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? കഴിക്കാറുണ്ടോ? വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പീസൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുണ്ട് അല്ലെ? കുറച്ച് ചിക്കനോ എഗ്ഗോ ഒക്കെ ആഡ് ചെയ്യാം. കുഞ്ഞുങ്ങൾ കഴിക്കുമോ? അപ്പോ ചില കുഞ്ഞുങ്ങളുണ്ട് എടുത്ത് കളയും വെജിറ്റബിൾസ്, അങ്ങനെ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അതായത് റൈസ് മാത്രം കഴിക്കും, വെജിറ്റബിൾസ് ഒക്കെ എന്ത് ചെയ്യും, മാറ്റി മാറ്റി ആ പ്ലേറ്റിന്റെ സൈഡിലായിട്ട് വെക്കുന്നത് കാണാം. എത്ര നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്താലും ചില വീട്ടമ്മമാരെന്ത് ചെയ്യും, കണ്ടുപിടിക്കുവര്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, മിക്സഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ ഫ്രൂട്ട് ക്രീം ഉണ്ടാക്കി കൊടുക്കാം, അതുപോലെ തന്നെ സ്റ്റ്യൂഡ് ഫ്രൂട്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ക്യാരറ്റ് ഒക്കെ എന്ന വൈറ്റമിൻ എ ആണ് അല്ലെ, വൈറ്റമിൻ എയുടെ സോഴ്സ് ആണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. ക്യാരറ്റ് ഒക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾ, ഇപ്പൊ ബോയിൽഡ് ചെയ്ത് കഴിക്കാത്ത കുഞ്ഞുങ്ങള്, കറി വെച്ചിട്ടൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ക്യാരറ്റ് വെച്ചിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കൊടുക്കാം അല്ലെ. കുറെ നെയ്യും അതുപോലെ തന്നെ ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട് വെജിറ്റബിൾ മിക്സ്, ലസ്സി ഉണ്ടാക്കി കൊടുക്കാം, മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ജെർമിനേഷൻ, അതായത് സ്പ്രൗട്ട്, മുളപ്പിച്ച പയറ് വർഗ്ഗങ്ങൾ അവർക്ക് കൊടുക്കാവുന്നതാണ്. മുളപ്പിച്ച പയറ് വർഗ്ഗങ്ങൾ, ചെറുപയറ്, കടല, പയറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? മുളപ്പിച്ചിട്ട് സ്പ്രൗട്ടഡ് കഴിക്കാറുണ്ടോ കുഞ്ഞുങ്ങള്? സത്യം പറയണം കേട്ടോ. എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മാം. അവര് ഡയറക്റ്റ് ആയിട്ട് ഗ്ലാഡിസ് കൊടുക്കും, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. യെസ് മാം, അവർ ചുമ്മാ അത് പെറുക്കി ഇങ്ങനെ കഴിക്കും, അവർക്കത് ഇഷ്ടമാണ്. ഇഷ്ടമാണ് അല്ലെ? ഓക്കെ. ഇനി അല്ലാതെ ബോയിൽഡ് ചെയ്ത്, ഇനി അല്ലാത്തവരാണെങ്കിൽ അത് വേവിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം നിങ്ങൾക്കത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അപ്പം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ദോശ പോലെയൊക്കെ ചുട്ടു കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. അതിന്റെ ഞാൻ കൂടെ അങ്ങനെ ചെയ്യാറുണ്ട് മാം. ഇത് ചെറുപയർ കുതിർത്തിട്ട് നമ്മുടെ പരിപ്പോട ഉണ്ടാക്കുന്ന പോലെ മിക്സിയിലിട്ട് ചതച്ചിട്ട് എല്ലാം സവോള എല്ലാം കൂടെ അരിഞ്ഞ് മിക്സ് ആക്കിയിട്ട് ചെറിയ ഉരുളയാക്കി പരത്തി ഇങ്ങനെ പരിപ്പോട ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം ചെറുപയർ വെച്ച്. അതെ അതെ, അങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ അതിന്റെ കൂടെ കുറച്ച് റൈസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ടേസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. പല കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ചെറുപയർ എടുക്കാം, കടല എടുക്കാം, പയർ എടുക്കാം. ഇതൊക്കെ എന്ത് ചെയ്യണം, കുതിർത്ത് നമ്മൾ വെക്കണം അല്ലെ, അതായത് മുളപ്പിച്ച് വെക്കണം. എന്നിട്ട് കുറച്ച് റൈസും കൂടി ആഡ് ചെയ്തിട്ട്, അതായത് കുതിർത്തിയിട്ടുള്ള അരിയും കൂടി ആഡ് ചെയ്തിട്ട് അരച്ച് ദോശ പോലെ ചുടാവുന്നതാണ്. പെട്ടെന്ന് മനസ്സിലാവില്ല. ഉഴുന്നൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ദോശ പോലെ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിന്റെ കൂടെ ഇപ്പോ എന്താ പറയാ ചട്നിയോ അല്ലെങ്കിൽ മറ്റ് സാമ്പാറോ അതൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ കൂടെ ഫിഷ് കറിയോ ചിക്കൻ കറിയോ കൊടുക്കാവുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ അതായത് ന്യൂട്രിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അരച്ച് ദോശ ചുറ്റി വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഇത് പ്രൊവൈഡ് ചെയ്യാം, ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇത്തരത്തിൽ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളിൽ കൂടുതലായിട്ട് ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട് സാധാരണ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ. ഇപ്പൊ സാധാരണ നമ്മൾ കടലക്കറി കഴിച്ചു അല്ലെങ്കിൽ ചെറുപയർ കറി കഴിച്ചു, അതിനേക്കാളും ഇരട്ടിയാണ് എന്ത്, സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ.
മാം ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. മാം ചപ്പാത്തി ഉണ്ടാക്കുമ്പോ ഉണ്ടല്ലോ സ്റ്റഫ് ചെയ്യാതെ തന്നെ നമുക്ക് ഇപ്പൊ ബീട്രൂട്ട് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ആ മാവിലേക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ച് ആ മാവിലേക്ക് തന്നെ ഇട്ട് കുഴച്ചിട്ട് അത് ചുട്ട് ഇച്ചിരി നെയ്യും കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ബട്ടറോ അങ്ങനെ എന്തെങ്കിലും കൂടെ തൂത്ത് കുറച്ച് കറിയും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് കഴിക്കും. അവരുടെ വയറ് ഫുള്ളാവുകയും ചെയ്യും, വെജിറ്റബിൾസ് ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്യും. ഈ വെജിറ്റബിൾസ് തന്നെ നമ്മൾ അരച്ചിട്ട് ആ മാവിലോട്ട് ചേർക്കണം അല്ലെ? അങ്ങനെയല്ലേ അതെ പറഞ്ഞേ? അപ്പൊ അതെ മാം, അപ്പൊ അതിനൊരു കളർ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. സാധാരണ ഒരു ഇത് കഴിക്കുന്നത് പോലെ ഇപ്പം ഗോതമ്പ് ദോശ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ അവർക്ക് കണ്ണും മൂക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല രസമായിട്ട് അവർ കഴിച്ചോളും. അത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, അതിനുവേണ്ടി ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കും കഴിക്കാനായിട്ട്. എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടോ, എനിക്കും ചെയ്യാലോ വീട്ടില്. എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ, മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. ഇപ്പൊ ഗ്ലാഡിസ് പറഞ്ഞ പോലെ എന്തെങ്കിലും ട്രിക്കുകൾ യൂസ് ചെയ്യാറുണ്ടോ വെജിറ്റബിൾസ് ഒക്കെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എത്താൻ വേണ്ടിയിട്ട്? ഒന്നും യൂസ് ചെയ്യാറില്ല ആരും? പിന്നെ മാം ഇവര് നട്ട്സ് ചിലപ്പോ കഴിക്കത്തില്ല, ചില നട്ട്സ് കഴിക്കില്ല. അപ്പം ഇത് സാധാരണ ജ്യൂസ് ഉണ്ടാക്കില്ലേ, ആ ജ്യൂസിന്റെ കൂടെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഓക്കെ. നേരത്തെ പറഞ്ഞില്ലേ വെജിറ്റബിൾസ് ബോയിൽ ചെയ്തതല്ലേ, വേവിച്ച വെജിറ്റബിൾസ് അതെ അല്ലേ? അതെ 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 അതെ. അതിപ്പോ എന്തൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യും അപ്പോ? അതില് കടലയില്ലേ, കടല മുളപ്പിക്കാറുണ്ട്, ചെറുപയർ മുളപ്പിക്കാറുണ്ട്, പിന്നെ വേറൊരു സാധനമുണ്ട് മാം, എന്താ അതിന്റെ പേര് എനിക്കറിയത്തില്ല, അത് മുളപ്പിക്കും. മുതിര അത് മുളപ്പിച്ച് കൊടുക്കാറുണ്ട്. അത്രയൊക്കെ ഞാനിവിടെ ചെയ്യാറുള്ളൂ. ഓക്കെ, എന്നാലും ചെയ്യുന്നുണ്ടല്ലോ. എത്ര സമയം എടുക്കും ഇതിനൊക്കെ? എത്ര സമയം എടുക്കും ഞാൻ സാധാരണ നമ്മളിത് ചെയ്യുന്നതിനേക്കാൾ? ഇപ്പൊ രാവിലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ എടുക്കത്തുള്ളൂ. ഇന്നിപ്പോ രാവിലെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് എടുക്കത്തുള്ളൂ. അപ്പൊ അതിന് ശരിക്കും മുള വരും. ഓക്കെ. വേറെ ആരും ചെയ്യാറില്ല അല്ലെ? ഗ്ലാഡിസ് മാത്രമേ ചെയ്യാറുള്ളൂ ആണോ? ചെറുപയർ മുളപ്പിച്ച് ഇങ്ങനെ തോരൻ പോലെ ആക്കി കൊടുക്കും മാം. തോരൻ പോലെ ആക്കി കൊടുക്കും അല്ലെ? നമ്മള് വീട്ടില് ചെയ്യുന്ന പോലെ തന്നെ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും കഴിക്കുന്നത്. പിന്നെ ക്യാരറ്റ് ഒക്കെ കഴിക്കാത്തപ്പോ അത് തോരൻ വെക്കുന്ന കൂട്ടത്തിൽ മുട്ടയും കൂടെ ചിക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചോളൂ. മുട്ട പൊട്ടിച്ച് ചിക്കി അതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കാറുണ്ട് അല്ലെ? മുരിങ്ങയിലയൊക്കെ അങ്ങനെ. മുരിങ്ങയില അത് തന്നെ കൊടുത്താൽ കഴിക്കത്തില്ല. മുട്ടയും കൂടെ ചിക്കി അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോ മിക്സ് ആക്കുമ്പോഴത്തേക്ക് അത് കഴിച്ചോളൂ. മാം അതുപോലെ ബേബീസിന് നമ്മുടെ റാഗി മുളപ്പിച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ട് കുറുക്ക് പോലെ കൊടുക്കും. അത് നല്ലതാ അവർക്ക് മുളപ്പിച്ച റാഗി കൊടുക്കുന്നത്. അതുപോലെ നട്ട്സും ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കൊടുക്കാൻ ഷേക്ക് പോലെ ആക്കിയിട്ട് അതിൻ്റെ കൂടെ നട്ട്സും അതുപോലെ ഞാലിപ്പൂവൻ പഴം, കുറച്ച് പാല്, എന്നിട്ട് ഇതുപോലെ കുറുക്കിന്റെ കൺസിസ്റ്റൻസിയിൽ കൊടുക്കുമ്പോൾ ഒരു ആയിട്ട് കൊടുക്കാൻ അത് നല്ലതായിരിക്കും, അവർക്ക് ഇഷ്ടമാവും. പിന്നെ അതുപോലെ പാൻ കേക്കും ആ സെയിം ബാറ്റർ തന്നെ നമുക്ക് പാൻ കേക്ക് പോലെ ആക്കിയെടുക്കാം. നെയ്യില് കുഞ്ഞു തവിയിൽ കുഞ്ഞു അപ്പംസ് ആയിട്ട് കൊടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് അത് അപ്പൊ അവര് കയ്യിൽ പിടിച്ചിട്ട് കഴിക്കാനും ഇഷ്ടമായിരിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകർ ശ്രദ്ധിക്കണം. അതായത് അധ്യാപകര് ടീച്ചേഴ്സ് പാരന്റ്സിനോട് പറയണം ഇത്തരത്തിലുള്ള നല്ല ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അസുഖ സമയത്ത് കുട്ടി കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് അസുഖത്തെ ആശ്രയിച്ചിരിക്കും, ബേസ്ഡ് ഓൺ ഡിസീസ്. ഓക്കെ, അതായത് നമ്മൾക്കറിയാം അസുഖം വരുന്ന സമയത്ത് ഫുഡ് സാധാരണ കുട്ടികൾ അങ്ങനെ കഴിക്കാൻ കൂട്ടാക്കാറില്ല അല്ലെ, താല്പര്യപ്പെടാറില്ല. വേണ്ടാന്ന് അവര് പറയുള്ളൂ അല്ലെ? ഓക്കെ, അപ്പോ അസുഖ സമയത്ത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും നിർബന്ധിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് അസുഖത്തെ ആശ്രയിച്ചാണ് ആ സമയത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കുക. പിന്നെ
ഹെൽത്ത് കണ്ടീഷൻ മോശമായിരിക്കുന്ന, അതായത് കുട്ടി അസുഖാവസ്ഥയിലുള്ള സമയമാണെങ്കിൽ എളുപ്പത്തിൽ ദഹിക്കുന്നതും ഹൈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ചെറിയ സാധാരണ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നതാണ് അല്ലെ. അവർ പറയാറുണ്ട് അസുഖം പിടിക്കുന്ന ഏതൊരു വലിയ കുത്തുന്ന ആളായാലും ചെറിയ കുട്ടിയായാലും കഞ്ഞി പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറയും അല്ലെ. എന്തുകൊണ്ടാണ് അത്? അതായത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാനാണ്, ദഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അസുഖമുള്ള സമയത്ത് കുട്ടിയെ പട്ടിണി കിടത്താനായിട്ട് പാടില്ല. അത് എല്ലാ പാരന്റ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഒന്നാമത് ബോഡി ഭയങ്കരമായിട്ട് വീക്ക് ആയിരിക്കുന്ന സമയം, ധാരാളം ടാബ്ലറ്റുകൾ കഴിക്കുന്ന സമയം. അപ്പോ എന്താണ്, കുട്ടിയുടെ വയറ് ശരിക്കും പറഞ്ഞാൽ ഒഴുകി കിടക്കാനായിട്ട് പാടില്ല. അപ്പോ ഒരിക്കലും കുട്ടിയെ പട്ടിണി കിടത്താനായിട്ട് പാടില്ല. പിന്നെ ഡോക്ടർ പറയുന്ന രീതിക്ക് മെഡിക്കൽ അഡ്വൈസ് എന്താണോ അതിനനുസരിച്ച് ഫോളോ ചെയ്യാന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് ചില ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഡോക്ടർ പറയാറുണ്ട്. അപ്പൊ ആ സമയത്ത് അത് കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരാഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനിലോട്ട് പോകാം. അതർ ഫുഡ് ഹാബിറ്റ്സ് കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? അതർ ഫുഡ് ഹാബിറ്റ്സ്. ഗ്ലാഡിസ് വായിക്കണ്ടേ? ഇനി വേറെ ആരെങ്കിലും വായിച്ചാൽ മതി കേട്ടോ. മാം ഞാൻ വായിക്കാം. ഓക്കെ. Other food habits. It is better to avoid strong flavors and too many spices. Too hot and too cold food should also be avoided. Food should be prepared depending upon the dislikes of the child. The child should never be forced to eat in order to develop taste. Less likable food can be offered when the child is very hungry, followed by more likable foods. By this age, children are able to feed themselves independently, and this should be aided. Care should be taken to see that meal times are calm. It is better to serve nutritious snacks in between meals, but children should not be allowed to highlight snacks instead of meals. Junk food and too many sweet food should also not be preferred. At the same time, food should not be used as a source of benefit or punishment. Consent should be taken that the child does not skip breakfast. Children usually enjoy food when all family members, many children in their center, eat together. Variety in type, preparation, color, texture, and shape of food also makes them feel happy. Washing hands before and after and cleaning of teeth after feed can be aided. Children can also be encouraged to share food and not to spill and waste food. എക്സ്പ്ലെയിൻ ചെയ്യാമോ വിസ്മയ? Okay, ma'am. ചിൽഡ്രൻസിന് നമ്മൾ സ്ട്രോങ് ഫ്ലേവേഴ്സ് ഒന്നും ആൻഡ് സ്പൈസസ് ഒന്നും കൊടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ വളരെ ഹോട്ടായിട്ടുള്ള ചൂടുള്ളതും അതുപോലെ വളരെ തണുത്തതുമായിട്ടുള്ള ഫുഡൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. അതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അവരുടെ ഇഷ്ടം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അവരെ ഫോഴ്സ് ചെയ്ത് ഒന്നും നമ്മൾ തീറ്റിക്കേണ്ടതില്ല, ഫീഡ് ചെയ്യേണ്ടതില്ല എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ അതുപോലെ പിന്നെ നമ്മൾ അവർക്ക് എങ്ങനെ വിശക്കുന്ന ടൈമിൽ നമുക്ക് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡും കൊടുക്കാൻ ശ്രമിക്കാം. അവരുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് കുട്ടികൾക്ക്. പിന്നെ അവരെ നമ്മൾ ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് വിടുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് ശീലിപ്പിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അതായത് പോഷകപ്രദമായിട്ടുള്ള സ്നാക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തും കൊടുക്കാവുന്നതാണ്.
ജങ്ക് ഫുഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ അതുപോലെ സ്വീറ്റ്സും അധികം നമുക്ക് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജങ്ക് ഫുഡ്സ് ആൻഡ് സ്വീറ്റ്സ്. പിന്നെ അതുപോലെ അവരെ പണിഷ് ചെയ്തിട്ട് ഒന്നും നമ്മളൊന്നും കൊടുക്കേണ്ടതില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടും തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. കുട്ടികൾക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ഫാമിലിയിലെ എല്ലാവരുമായിട്ട് ഇരുന്ന് കഴിക്കാനായിട്ട് അവരെയും കൂടെ കുട്ടികളെയും കൂടെ നമുക്ക് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ അവരെയും കൂടെ അതിന്റെ ഭാഗമാക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഷേപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ബുൾസൈ ഒക്കെ ആണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഓംലേറ്റ് ഒക്കെ അവരുടെ കണ്ണ്, മൂക്ക്, അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ടൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പൊ ക്യാരറ്റ്, അതൊക്കെ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണല്ലോ. അത് വെച്ചിട്ടൊക്കെ നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് അവർക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പും ശേഷവും നമുക്ക് കുട്ടികളുടെ കൈയൊക്കെ ക്ലീൻ ചെയ്യുക, അതുപോലെ ബ്രഷ് ചെയ്യിപ്പിക്കുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മാം. ഓക്കെ. അപ്പൊ വിസ്മയ വായിച്ചതുപോലെ തന്നെയാണ് അതർ ഫുഡ് ഹാബിറ്റ്സ്, അതായത് മറ്റ് ഭക്ഷണ രീതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കുട്ടികൾക്ക് നമ്മൾ സ്ട്രോങ് ഫ്ലേവേഴ്സ് ആയിട്ടുള്ള, സ്പൈസസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സ്ട്രോങ് ഫ്ലേവേഴ്സ്, സ്പൈസസ് എന്നിവ ഒഴിവാക്കണം എന്ന് പറയുന്നത് അത് ഹെൽത്തിന് അത്ര നല്ലതാണോ? നമ്മുടെ ആരോഗ്യത്തിന് ആണോ? ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്? ബാഡ് ആണല്ലേ. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, സ്പൈസസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കണം. നമ്മൾ ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് ഐറ്റംസിലൊക്കെ സ്ട്രോങ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസസ് അടങ്ങിയിട്ടില്ലേ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ നല്ല രുചിയോടെ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിലൊക്കെ എന്തുണ്ട്? സ്ട്രോങ് ഫ്ലേവേഴ്സ് ഉണ്ട് അല്ലെ. പക്ഷെ അതെപ്പോഴും പതിവായിട്ട്, വല്ലപ്പോഴൊക്കെ കഴിക്കാം, നോ പ്രോബ്ലം. പക്ഷെ പതിവായിട്ട് നമ്മൾ അത് കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ അത് നശിപ്പിക്കും. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. ഇപ്പൊ നമുക്കറിയാം, അച്ഛനും അമ്മയ്ക്ക് ജോലിക്ക് പോകുന്നവരാണ് അല്ലെ. പാരന്റ്സ് കൂടുതലായിട്ട് ജോലിക്ക് പോകുന്നവരാണ്. വീട്ടിലൊക്കെ ആരും ഇല്ലാതിരിക്കാൻ, ചിലപ്പോ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ കുഞ്ഞ് സ്കൂള് വിട്ട് വന്നതിന് ശേഷം എന്തായാലും കുഞ്ഞിന് വിശക്കുമല്ലോ സമയമാകുമ്പോ. അപ്പൊ കഴിക്കാനൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോ ഒന്നും ഉണ്ടാവണം എന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോ പുറത്തുനിന്നൊക്കെ ഓർഡർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, കുഞ്ഞിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് അല്ലെ. അങ്ങനെയല്ലേ? ഓഫീസിലിരുന്ന് അമ്മ ഓർഡർ ചെയ്യും അല്ലെ, അല്ലെങ്കിൽ അച്ഛൻ ഓർഡർ ചെയ്യും. വീട്ടിലേക്ക് കുഞ്ഞിന് ബർഗറോ പിസയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ എത്തിച്ചു കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ ഇത് റെഗുലറായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, എണ്ണക്കടികൾ കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾ ഇല്ലേ. വൈകിട്ട് സ്കൂള് വിട്ട് വരുന്ന സമയം പഴംപൊരിയോ അല്ലെങ്കിൽ പരിപ്പ് വടയോ പത്തിരിയോ അല്ലെ, സവാള വട, അങ്ങനെ കുറെ സംഭവം ഉണ്ടല്ലോ എണ്ണക്കടികൾ, അത് കൊടുക്കാറുണ്ട്. ഇത് കൊടുക്കണ്ടെന്നല്ല പറയുന്നത്, നമ്മുടെ വീട്ടിലുണ്ടാക്കി കൊടുക്കാം, അത് നല്ലതാ. ഓക്കെ, വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാ. അതായത് അധികം എണ്ണയില്ലാതെ. അതായത് നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന എണ്ണക്കടികളുടെ പ്രത്യേകത എന്താ? ഒരു പ്രാവശ്യം ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു അല്ലെ. അത് നല്ലതാണോ ഹെൽത്തിന്? ഒരിക്കലും അല്ല. നമ്മുടെ വീട്ടിലാവുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ പിന്നെ വീണ്ടും നമ്മൾ ഉപയോഗിക്കാറില്ല അങ്ങനെ. അപ്പോ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഫ്രൈ ചെയ്ത ഐറ്റംസ് അല്ലാതെ നമുക്ക് ആവിയിൽ വേവിച്ച ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാം അല്ലെ. ഇപ്പൊ കൊഴുക്കട്ട പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം, ഇലയട, അങ്ങനെയുള്ള നാടൻ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറുപയർ വേവിച്ചത്, അതുപോലെ ചെറുപയർ പായസം, ഇതൊക്കെ എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് ഈവനിങ് വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാം അല്ലെ. അപ്പൊ പുറത്തുനിന്നുള്ള ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, എണ്ണ പലഹാരങ്ങള്, അതുപോലെ തന്നെ ഈ ഓർഡർ ചെയ്ത്, ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്തുന്ന സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ ഇഷ്ടക്കേടുകൾക്കനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് നമുക്കറിയണം കുഞ്ഞിന് എന്താണ് ഇഷ്ടം, എന്താണ് അവന് ഇഷ്ടമല്ലാത്തതെന്ന് പാരന്റ്സ് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ കുട്ടിയെ ഒരിക്കലും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് പാടില്ല.
ചില അമ്മമാരുണ്ട്, നമ്മൾ കാണാറുണ്ട്, മൂവീസിലൊക്കെ കാണാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഇൻസിഡന്റ്. അതായത് കുഞ്ഞിന്റെ വായ തുറന്ന് തള്ളി നിറച്ച് കഴിപ്പിക്കാറുണ്ട് ചില അമ്മമാര് ഇല്ലേ. വായില് എന്താ പറയാ, ഒരു ബോള് പോലെ ഉണ്ടാവും അത്രയും ഫുഡ്. അതായത് കുഞ്ഞ് ഒട്ടും കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ കഴിപ്പിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. കുഞ്ഞിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഒരിക്കലും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടിയെ ശാന്തനായിട്ട് ഇരുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാതെ, അതായത് ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുക്കാനായിട്ട്, അതായത് മൊബൈൽ കൊടുക്കാതിരിക്കുക, അതുപോലെ TV കാണിപ്പിക്കാതിരിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പോഷക സമൃദ്ധമായിട്ടുള്ള വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ജങ്ക് ഫുഡ്, വളരെയധികം മധുരമുള്ള ഭക്ഷണങ്ങൾ എന്നിവയ്ക്ക് പ്രിഫറൻസ് കൊടുക്കാനായിട്ട് പാടില്ല. മധുരം കൊടുക്കാം, കുഞ്ഞുങ്ങളാണ്, മധുരം കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കൂടുതലാവാനായിട്ട് പാടില്ല. ചോക്ലേറ്റ്സ് കൂടുതൽ കൊടുക്കരുത് അല്ലെ, കുറെ അധികം മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അത് കൂടുതലായിട്ട് കൊടുക്കരുത്. ബേക്കറി ഐറ്റംസ് ഉണ്ട്, അതൊക്കെ കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ഐറ്റം, അതായത് നമുക്ക് ഫ്രൂട്ട്സ് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റു പല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശർക്കര വെച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കാം. അതൊക്കെ നല്ലതാണ് കുഞ്ഞിന്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഫുഡ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തില് കുഞ്ഞുങ്ങളിൽ നേരിടുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒന്ന് അമിതവണ്ണമാണ്. കുഞ്ഞുങ്ങൾക്കുള്ള പ്രശ്നങ്ങളിൽ ഒന്നാണ് ഒബിസിറ്റി അഥവാ അമിതവണ്ണം. ഇപ്പൊ കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് അത് കണ്ടുവരുന്നുണ്ട്. 2, ഇമ്മ്യൂണിറ്റി ഇല്ലായ്മ, പ്രതിരോധ ശേഷി കുറവ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടില് കുട്ടികള് പോഷകക്കുറവ് നേരിടുന്നത് ഭക്ഷണ ദൗർബല്യം കൊണ്ടല്ല, മറിച്ച് അവയർനെസിന്റെ കുറവാണ്. നമ്മൾക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങള് വഴിയോരങ്ങളിൽ സ്ട്രീറ്റ് ഏരിയസിൽ നിന്നൊക്കെ ബെഗ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ കേരളത്തിൽ ആ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ? ഉണ്ടോ ബെഗ് ചെയ്യുന്നത് നമ്മുടെ മലയാളി കുട്ടികള്? ഇല്ല അല്ലെ. അപ്പോ ഇവിടെ എന്താണ്, നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അപേക്ഷിച്ച് എന്താണ്, ഭക്ഷണത്തിന് യാതൊരു ക്ഷാമവും ഇവിടെ ഇല്ല. ഭക്ഷണം കിട്ടുന്നുണ്ട് അല്ലെ, പല വഴികളിലായിട്ട്. ഇപ്പൊ എത്ര പാവപ്പെട്ട കുടുംബങ്ങളായാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം വെച്ച് കഴിക്കുന്നുണ്ട് അവരുടെ വീട്ടില്. ഭക്ഷണ ദൗർബല്യം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഇവിടെ നേരിടുന്നില്ല. പക്ഷെ പാരന്റ്സിനുള്ള ചില അവയർനെസിന്റെ കുറവ് മൂലമാണ് പ്രശ്നങ്ങള് കുട്ടികൾക്ക് ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞ് വെക്കുന്നത്. ഓക്കെ, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ് അല്ലെ. രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ആരും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല, അത് കുട്ടികളായാലും മുതിർന്നവരായാലും. ബ്രേക്ക്ഫാസ്റ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ ഷെയർ ചെയ്യാം ആരെങ്കിലും? എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഗുണങ്ങള്, ബെനിഫിറ്റ്സ് എന്താ? എനർജി, നമ്മളൊരു ദിവസത്തെ രാവിലെ തുടങ്ങുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ. അപ്പൊ അത് കഴിക്കുന്നതിലൂടെ നമുക്ക് അന്നത്തെ ഒരു എനർജി കിട്ടാൻ വേണ്ടിട്ട്. യെസ്, അതായത് രാത്രി നമ്മള് കിടന്നുറങ്ങുമ്പോ കുറെ നേരം അല്ലെ, നമ്മുടെ എന്താ പറയാ, ഫാസ്റ്റിംഗ് ആണ് നമ്മള്. കാരണം നമ്മളൊന്നും കഴിക്കുന്നില്ല, കിടന്നുറങ്ങുന്നത് ഒരു 7-8 മണിക്കൂറൊക്കെ നമ്മൾ കിടന്നുറങ്ങിയിട്ടായിരിക്കും പിറ്റേ ദിവസം എണീക്കുക. അപ്പൊ രാവിലെ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ ബ്രെയിനിന് നല്ലതാണ്. അതായത് ഒരു ദിവസം, അതായത് ഒരു ദിവസത്തിന് തുടക്കം ആരംഭിക്കുന്നതിന്, ആ ഒരു ഹോൾ ഡേ നമ്മളെ എനർജറ്റിക് ആയിട്ട് നിലനിർത്തുന്നതിന് ബ്രേക്ക്ഫാസ്റ്റിന് സാധിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ ബ്രെയിൻ, അതായത് നമ്മുടെ തലച്ചോറ് പ്രവർത്തിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫുഡാണെന്ത്, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ആ പേരിൽ തന്നെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്നതാണെന്ത്, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ശരിക്കും പറഞ്ഞാല് രാവിലെ തന്നെ കഴിക്കുക. ഒരു 8-9 ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് 8 to 9 ആണ്, 8 തുടങ്ങി 9 വരെയുള്ള സമയം. പക്ഷെ വിശപ്പ് ഉണ്ടാകണമെങ്കിൽ, നല്ലോണം ആ സമയത്ത് വിശക്കണമെങ്കിൽ എന്ത് ചെയ്യണം,
തലേ ദിവസം നേരത്തെ കഴിക്കണം. അങ്ങനെ നേരത്തെ കഴിക്കുന്നവരുണ്ടോ? നന്നായിട്ട് വിശക്കാറുണ്ടോ നിങ്ങൾക്ക് രാവിലെ? ശ്രദ്ധിക്കാറുണ്ട് ഇതൊക്കെ? അതായത് തലേ ദിവസം നേരത്തെ കഴിച്ചു കഴിഞ്ഞാല് പിറ്റേ ദിവസം ആവുമ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങും നന്നായി. അപ്പൊ ആ സമയത്ത് എന്താ ചെയ്യുക? ഫുഡ് കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അധികം ലേറ്റ് ആവണ്ട. ഒരു സമയമുണ്ട്, ഒരു സമയം പരിധിയുണ്ട്. ആ സമയത്തിനുള്ളിൽ ഉച്ചയാകാനെന്ന് ചിലവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 11 മണി 12 മണിക്കൊക്കെയാ. അത് നല്ലതല്ല. രാവിലെ തന്നെ കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ എന്താ ഉണ്ടാവുക? നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇരട്ടിയുടെ ഇരട്ടി വിശപ്പ് ഉണ്ടാകും. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങളൊന്ന് ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, അറിയാൻ പറ്റും വ്യത്യാസം. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണോ നമ്മൾ സ്കിപ്പ് ചെയ്യണത് അന്ന് നമുക്ക് വിശപ്പ് കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ബ്രെയിൻ ഫുഡാണ്. നമ്മൾ ആസ്വദിച്ച് നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലതാണത്. നമുക്ക് വിശപ്പിനൊക്കെ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ സാധിക്കും. ഓക്കെ, അപ്പോ ഇക്കാര്യങ്ങൾ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, രാവിലെ തന്നെ എണീക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നത് നല്ലതാണ്. അതിന്റെ കൂടെ എഗ്ഗോ ബോയിൽഡ് ബനാനയോ നട്ട്സോ എന്നിവ കൊടുക്കുന്നത് വളരെ അധികം നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പയറ്, പച്ചക്കറികള്, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ഇവ മീൽസിൽ ഉൾപ്പെടുത്താം. തൈര്, കേർഡ്, ഫിഷ് ഇതൊക്കെ എന്ത് ചെയ്യാം? ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കരുത്. അതായത് ചില വീടുകളിൽ എല്ലാ ദിവസവും ഒരേ ഫുഡ് തന്നെ ഉണ്ടാക്കും. ഇപ്പൊ ഇന്ന് പുട്ടും കടലയും, നാളെ പുട്ടും കടലയും, മറ്റന്നാൾ പുട്ടും കടലയും. ഇങ്ങനെയാകുമ്പോ കുഞ്ഞ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുവോ? കുഞ്ഞ് സ്വാഭാവികമായിട്ട് ചോദിക്കുക അല്ലെ, ഇതെന്താ എല്ലാ ദിവസവും ഇത് തന്നെയാണോ, എനിക്ക് വേണ്ട എന്നായിരിക്കും കുട്ടി പറയുന്നത് അല്ലെ. അപ്പൊ വെറൈറ്റി ആയിട്ട് എന്താ പറയാ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് പുട്ടും കടലയാണെങ്കിൽ നാളെ ദോശയും സാമ്പാറും ഉണ്ടാക്കുക, മറ്റന്നാൾ വെള്ളയപ്പം കുറുമ ഉണ്ടാക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? വെറൈറ്റി ആയിട്ട് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ വെറൈറ്റി ആയിട്ട് ഫുഡ് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വെറൈറ്റി ആയിട്ട് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ കളറ്, സ്മെല്ല്, ഫ്ലേവർ ഇതൊക്കെ എന്ത് ചെയ്യും? കുട്ടിയെ അട്രാക്ട് ചെയ്യും. ചില ഫുഡ് ഐറ്റംസിനോട് കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടം ഉണ്ടാവാൻ കാരണം അതിന്റെ കളറും സ്മെല്ലും ഫ്ലേവറും ഒക്കെയാണ്. അത് അട്രാക്ട് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പൊ അത്തരത്തിലുള്ള ഫുഡൊക്കെ എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ, ഇതിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ചാപ്റ്റർ ഓവറോൾ? എന്തൊക്കെ മനസ്സിലായി ഇതിന്ന്? എന്തൊക്കെയാ മനസ്സിലായത് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്തതിലൂടെ? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയോ? പറ്റി? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല മാം, എടുത്തിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സില് പാർട്ട് 2 ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുക്കാം കേട്ടോ. പാർട്ട് 2 യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, പിന്നെ ഈ ചാപ്റ്റർ ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ ഞാൻ സമ്മറി ചോദിക്കും, സമ്മറി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ വന്നു. അതായത് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഒരു 10 സെന്റൻസിനുള്ളിൽ എഴുതി തീർത്തിട്ട് കൊണ്ടുവരിക. ഓക്കെ, 10 സെന്റൻസ് മതി കേട്ടോ. അപ്പൊ ഞാൻ വായിപ്പിക്കും ഓരോരുത്തരെ കൊണ്ട്. അപ്പൊ അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്നാ? Yes, ma'am. As we wrap up today's class, on behalf of all who joined today, I sincerely thank our mentor, Ashwati ma'am. A big thank you to everyone. Thank you so much and have a wonderful day. ഓക്കെ, അടുത്ത ക്ലാസ്സില് ആക്ഷൻ സോങ് 2-3 പ്രിപ്പയർ ചെയ്തിട്ട് വരാം കേട്ടോ. ആരെങ്കിലും എപ്പോഴും ക്ലാസ് മാത്രമാണ്, ആക്ഷൻ സോങ് ഒന്നും ആരും പാടാറും കൂടി ഇല്ല. അപ്പൊ ഒന്ന് ചെയ്തിട്ട് വരിക. ഓക്കെ,
ഇപ്പൊ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. Thank you. Okay, ma'am. ഓക്കെ, താങ്ക് യു.